അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയും അപകടകരമായ സാഹചര്യത്തിലുമാണ് ഇടുക്കിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതെന്ന ആരോപണം ശക്തമാകുന്നു. പൈനാവിന് സമീപത്തെ ചെങ്കുത്തായ ചെരുവിലാണ് മോട്ടോർ വാഹന വകുപ്പ് ടെസ്റ്റ് യാർഡ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടക്കുകയാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലാ ആസ്ഥാനമായ പൈനാവിൽ മോട്ടോർ വാഹന വകുപ്പ് ടെസ്റ്റ് യാർഡ് ഉദ്ഘാടനം ചെയ്തത്. മുൻപ് അലുക്ക് തൊഴിലാളികൾ കൈവശം വെച്ചിരുന്ന ഭൂമി ജില്ലാ പഞ്ചായത്ത് ഒഴിപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയായിരുന്നു. എന്നാൽ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെയുള്ള പ്രദേശത്തിന്റെ ഒതുങ്ങിയ കോണിലാണ് ടെസ്റ്റ് യാർഡ് സ്ഥാപിച്ചതെന്നാണ് വിമർശനം ഉയരുന്നത്. ഇതുപോലൊരു അപകട സാധ്യതയുള്ള സ്ഥലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് ഉദ്യോഗസ്ഥരുടെ അഴിമതി സുഗമമായി നടത്തുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ഈ താൽക്കാലിക സംവിധാനത്തോടെ ടെസ്റ്റ് യാർഡ് ഉദ്ഘാടനം ചെയ്തതെന്നും വിമർശനം ഉയരുന്നു. പൊതുപ്രവർത്തകനായ PK ജയൻ പറയുന്നത് ഇങ്ങനെ: കൊണ്ടുപിടിച്ച് ഇതൊക്കെ ആൾക്കാരെ കാണിക്കുവാൻ വേണ്ടി പ്രഹസനമായിട്ട് ഉദ്യോഗസ്ഥന്മാരും കുറച്ച് ആൾക്കാരും കരാറുകാരും കൂടെ കുറേ പൈസ തട്ടിയെടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ആ വഞ്ചിക്കോല വാഴത്തോപ്പിലൊക്കെ നല്ല സ്ഥലങ്ങൾ, ചെറുപുഴയിൽ നല്ല സ്ഥലങ്ങളുണ്ട് ഈ ടെസ്റ്റ് നടത്താൻ പറ്റുന്നത്. ഇതേപോലെ അഗാധമായ കുഴിയോ ഒക്കെ നികത്തേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള സ്ഥലം തിരഞ്ഞെടുക്കാതെ ചുമ്മാ കുറേ കാര്യനേട്ടത്തിനും എന്തോ ഒക്കെ ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഒരു 5 പേർക്ക് വന്ന് ഇരിക്കാൻ പോലുള്ളൊരു സംവിധാനം, ഒരു ഇരിപ്പിടം പോലും ഇല്ല. ലൈസൻസ് എടുക്കുന്നതിനായി 4 വീലറും 2 വീലറും ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് ഇവിടെ എത്തുന്നത്. ഡ്രൈവിംഗിൽ പരിചയം കുറവുള്ളവർ വാഹനം ഓടിക്കുമ്പോൾ നിയന്ത്രണം വിട്ടാൽ വലിയ കീഴ്ക്കാൽ തൂക്കായ കൊക്കയിലേക്കാവും വാഹനം മറിഞ്ഞു പോകുക. അത്തരമൊരു അപകടം തടയുന്നതിനായി ഒരുക്കിയിരിക്കുന്നത് കാട്ടുകല്ലുകളും സിമന്റ് കട്ടകളും മാത്രമാണ്. ഡ്രൈവർമാരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ക്രാഷ് ബാരിയറുകൾ ഉൾപ്പെടെ ഒന്നും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി സീറ്റ് ബെൽറ്റുകളും ഹെൽമറ്റുകളും നിർദ്ദേശിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഇത്തരം പരിപാടികൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് നാട്ടുകാർ പറയുന്നു. മാത്രമല്ല, 100 കണക്കിന് ആളുകളാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഇവിടെ എത്തുന്നത്. അവർക്ക് വിശ്രമിക്കാൻ ഒരുക്കിയിരിക്കുന്നത് 2 കമ്പികൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ ഇരിപ്പിടം മാത്രമാണ്. മഴക്കാലത്ത് 10 പേർക്ക് പോലും കയറി നിൽക്കാൻ കഴിയുന്ന ഒരു ഷെഡ് പോലും ഇവിടെ ഒരുക്കിയിട്ടില്ലെന്നതാണ് മറ്റൊരു വിമർശനം. 100 കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ എത്തുന്ന സ്ഥലത്ത് ആകെ ഒരുക്കിയിരിക്കുന്നത് ഒരു ശൗചാലയം മാത്രമാണെന്നും ആരോപണമുയരുന്നു. ഇത്തരത്തിൽ അസൗകര്യങ്ങളുടെ കുന്നിൻ മുകളിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ടെസ്റ്റ് യാർഡ് പ്രവർത്തിക്കുന്നത്. ഈ നിർമ്മാണത്തിന് പിന്നിൽ വലിയ അഴിമതി ഉണ്ടായിട്ടുണ്ടെന്ന സംശയവും നാട്ടുകാർ ഉയർത്തുന്നു. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, ഇടുക്കി.